നമസ്കാരം ഗൈസ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡബിൾ സ്റ്റോറേഡ് വില്ലയാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഡബിൾ സ്റ്റോറേഡ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ആർക്കിടെക്ചറൽ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കിയിട്ടുള്ള ഒരു കൂറ്റൻ അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 നില വീടാണ് ഈ കാണുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ചുറ്റളവിന് മാത്രമാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് തച്ചോട്ടാവിന് സമീപം മഞ്ചാടി എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഒരു വീട്, നല്ല മനോഹരമായിട്ടുള്ള വീട് വരുന്നത്. തൊട്ടടുത്തായിട്ട് വേറെ വില്ലാസൊക്കെ പണി ചെയ്ത് വരുന്ന ഒരു ഏരിയ തന്നെയാണ്, റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. സെൻട്രൽ സിറ്റിയിൽ ഞാൻ പറയുന്ന പോലെ തന്നെ 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഒരു വീടാണ്. ഒരു 20-25 മിനിറ്റ്സിനകത്ത് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് സെൻട്രൽ സിറ്റിയിലോട്ടുള്ള ട്രാവൽ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല മനോഹരമായ ഡിസൈനും എലിവേഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഫ്ലാറ്റ് റൂഫും അതുപോലെ തന്നെ സ്ലോപ്പ് പ്രൂഫും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് ഗ്ലാഡിങ് സ്ട്രിപ്സും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഒരു സെമി കണ്ടംപററി ഡിസൈനും അതുപോലെ ആർക്കിടെക്ചർ ഡിസൈനും ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ്. 100 സെൻറ്റ് ലാൻഡിൽ 1200 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടാണ് ഈ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ നമുക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും ആവശ്യമാണ് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജ് നമ്മൾ കാണുന്നത് പോലെ തന്നെ ഇത്രയും വൈഡായിട്ടുള്ള ഒരു എൻട്രൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വീടിനകത്ത് വലിയൊരു എക്സിക്യൂട്ടീവ് മോഡൽ വണ്ടികളൊക്കെ സുഖമായിട്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു എൻട്രൻസ് വന്നിരിക്കുന്ന. ഒരു സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുള്ളത്. ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും വീടിൻ്റെ ഫ്രണ്ട് മുറ്റം മുഴുവൻ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു മുറ്റമാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ ഉൾപ്പെടെ വരുന്ന നമുക്ക് നല്ല മനോഹരമായ മുറ്റം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫുള്ള് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളതാണ്. ഈ ഒരു സൈഡിൽ നമുക്ക് വരുമ്പോൾ ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ് വരുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. നമുക്കിവിടെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. കിണർ നമുക്ക് പ്ലേസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ട് എൻട്രി നമുക്ക് ചെയ്തേക്കുന്നത്. 2 സ്റ്റെപ്സും കാര്യങ്ങളും നമുക്ക് എൻട്രൻസിൻ്റെ അവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. 4x6 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡോർ നമുക്ക് ഫുള്ളും പ്ലാവിൻ്റെ അടിയിലാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഒരു സർക്കുലർ മോഡലിലൊരു വിൻഡോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമുക്ക് കിടക്കാം. സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്ക് കയറുമ്പോഴത്തേക്ക് ഈ ഒരു മോഡലിലെ ഫ്രണ്ട് ലിവിങ് സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട്, നല്ല അത്യാവശ്യമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് ഫ്ലോറിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഗ്ലോസി ടൈപ്പ് ഓഫ് ടൈൽസാണ് യൂസ് ആക്കിയിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുണ്ട്. ഒരു ഡബിൾ ഹൈറ്റിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ടോപ്പിൽ നമുക്കൊരു ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ ഫർഗോള മോഡലും കാര്യങ്ങളും വരുന്ന ഒരു പാർട്ടീഷൻ ഏരിയ നമുക്കവിടെ ചെയ്തിട്ടുണ്ട്. തൊട്ട് സൈഡിലായിട്ടും അതുപോലെ തന്നെ ഒരു ഫർഗോള വരുന്ന ഒരു ഫോഗ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിട്ടുള്ള ഒരു ഏരിയ നമുക്കവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. അപ്പോൾ വീടിനകത്ത് രാവിലെ തന്നെ നമുക്ക് നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ വീട്ടിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയൊരു TV യൂണിറ്റ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്താണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു TV യൂണിറ്റ് ഏരിയ തന്നെയാണ്. അപ്പോൾ വലിയൊരു TV ഒക്കെ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും തന്നെ അവിടെ നമുക്ക് ചെയ്തിട്ടുമുണ്ട്. കളർ തീമും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായ ഒരു കളർ തീമും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ നമുക്ക് മാർബിൾ ഡിസൈൻ വരുന്ന പാനൽ വർക്കും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അതിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ് വന്നിട്ടുള്ളത്. നമുക്ക് താഴെ സൈഡിലുമായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു മനോഹരം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ തന്നെയാണ് ലിവിങ് ഏരിയ ചെയ്തേക്കുന്നത്. ഓപ്പോസിറ്റ് കോർണറിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക് ലിവിങ് ഏരിയയുടെ കിട്ടുന്നത്. ഫോൾ സീലിംഗ് വർക്ക് എൻട്രൻസ് മുഴുവൻ നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് നമുക്കവിടെ ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് വന്നേക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് വീടിന് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 8x11 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയും കാര്യങ്ങൾ തന്നെയാണ് ഈ ഭാഗത്ത്
ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഗ്ലോസി ടൈപ്പ് വരുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വുഡൻ പാറ്റേൺ കാര്യങ്ങൾ വരുന്ന ഫോൾ സീലിംഗ് ആണ് ചെയ്തേക്കുന്നത്. അതിൽ തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങൾ ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ഫുൾ വയറിങ് കാര്യങ്ങളെല്ലാം വി ഗാർഡിലാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു ബോക്സ് മോഡൽ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളും കീപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് അവിടെ ചെയ്തേക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് കിച്ചണിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. കിച്ചൺ നമുക്ക് ഒരു ഓപ്പൺ മോഡലുള്ള രീതിയിലുള്ളൊരു കിച്ചണാണ് നമുക്ക് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ തന്നെയാണ് കിച്ചണിൻ്റെ നമുക്ക് എൻട്രൻസ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കാര്യങ്ങളും വന്നിരിക്കുന്നത്. ഒരു എൽ ഷേപ്പ് മോഡൽ വരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ആയിട്ടുള്ള കിച്ചൺ ഭാഗം. ഫ്ലോറിങ്ങിനായിട്ട് നമുക്ക് പാറ്റേണും കാര്യങ്ങളൊക്കെ വരുന്ന മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് യൂസ് ആക്കിയിട്ടുള്ളത്. വർക്ക് ഏരിയ ഉൾപ്പെടെയാണ് നമുക്ക് കിച്ചണിൻ്റെ ഈ ഒരു ഭാഗം വന്ന് കവറപ്പായി തീർന്നിട്ടുള്ളത്. ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മുകളിലും താഴെയുമായിട്ട് ഒരുപാട് സ്പേസും കാര്യങ്ങളും സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതിനായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ താഴെയും മുകളിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് കവറപ്പാക്കി കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. 8x10 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ ഈ ഒരു അളവ് വരുന്നതും. ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ആ പാർട്ടീഷൻ്റെ അവിടെ തന്നെ നമുക്ക് സ്റ്റീൽ ബാർസും നമുക്ക് കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ട് അടിപൊളിയായിട്ട് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ നമുക്ക് വർക്ക് ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. കണ്ടിന്യൂഷനായിട്ട് വരുന്ന ഫ്ലോറിങ്ങും കാര്യങ്ങളും തന്നെയാണ് ടൈൽസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പ് വരുന്ന ഒരു സ്ലാബും കാര്യങ്ങളൊക്കെ തന്നെ ഒരു വർക്ക് ഏരിയയിൽ വന്നിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ വർക്ക് ഏരിയ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. 8x6 നമുക്ക് ഈ ഒരു വർക്ക് ഏരിയയുടെ ഡയമെൻഷൻ വരുന്നത്. വീണ്ടും ബാക്ക് ഏരിയയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് കിണർ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഒരു ഗ്യാസ് ചേമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നനക്കൽ നമുക്ക് ആ കോർണറിൽ നമുക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു ബാക്ക് ഏരിയ കവറപ്പാക്കി തീർത്തിട്ടുള്ളത്. ഈ കാണുന്ന ഒരു കോർണറിലാണ് നമുക്ക് വാഷിംഗ് ഏരിയ നമുക്ക് വന്നേക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് ഈ ചെയ്തേക്കുന്നത്. നല്ലൊരു ഒതുങ്ങിയ സ്ഥലത്ത് നല്ല മനോഹരമായിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളതും. ബാക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്തിട്ട് ഒരു മിററും കാര്യങ്ങളും കൊടുത്തിട്ട് നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടെ തന്നെയാണ് നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടറിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ മോൾ ഭാഗം ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ആണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. വീടിൻ്റെ 3 ബെഡ്റൂമിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ്. 12x12 ഡയമെൻഷനാണ് റൂം സൈസായിട്ട് വരുന്നത്. ഇൻബിൽഡായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാൾ റൂഫ്സ് നമുക്ക് ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തുള്ള പ്രീമിയം രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് മാക്സിമം കൊടുത്തു തന്നെ. ആ ഫോൾ സീലിംഗിൻ്റെ എക്സ്റ്റൻഷനിൽ തന്നെ നമുക്ക് 2 ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളും കീപ്പ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഈ കാണുന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഈ കാണുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്കിവിടെ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്തിരുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റീലിലാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈനാണ് നമുക്ക് ഹാൻഡിൽസിൻ്റെ ഇത് വരുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു സ്റ്റേഴ്സും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു ബോക്സ് മോഡൽ ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളും കീപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം നമുക്കിവിടെ ചെയ്ത് എടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമുക്ക് ടോപ്പിൽ ഫാൻസി ലൈറ്റ്, അതുപോലെ തന്നെ പർഗോള മോഡലും കാര്യങ്ങളാണ് ടോപ്പിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെയർ കയറി നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്ലോറിലത്തെ ഒരു ലീവിങ് ഏരിയ ആണ് നമുക്ക് വരുന്നത്. ഒരു എൽ ഷേപ്പ് മോഡലിലെ ഒരു ലീവിങ് ഏരിയ ആണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഈ ഒരു വ്യൂ ആണ് നമുക്കൊരു കോർണർ നമുക്ക് കിട്ടുന്നത്. സ്റ്റെയർ കയറി നമുക്ക് ഈ ഒരു വരുന്ന കോർണർ സൈഡിലാണ് നമുക്കൊരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഔട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ഇതുപോലത്തെ ഒരു മെയിൻ ഹാൾ, അതുപോലെ തന്നെ 2 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂമും കാര്യങ്ങളും തന്നെയാണ് വന്നിരിക്കുന്നത്. 12x12 നമുക്ക് ഡയമെൻഷൻ ചെയ്തേക്കുന്നത്. ഗ്ലോസി ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു മെത്തേഡിലെ ഫോൾ സീലിംഗ്, ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തേക്കുന്നത്. സ്പോട്ട് ലൈറ്റാണ്
ഡെക്കറേഷനായിട്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇൻബിൽഡായിട്ട് നമുക്ക് ചെയ്തിരിക്കുന്ന വാൾ റൂംസ് ആണ് ഈ കാണുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ റൂമിൻ്റെ ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഒക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഈ കാണുന്നത്. ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഏറ്റവും ലാസ്റ്റിലത്തായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. നമുക്ക് ലെങ്തി ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളാണ് ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത്. 12x12 ഡൈമെൻഷൻ നമുക്ക് ഈ റൂം സൈസിന് നമുക്ക് വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു മെത്തേഡിലെ ഫോൾ സീലിംഗ് ആണ് നമുക്ക് ചെയ്തേക്കുന്നത്. സ്പോട്ട് ലൈറ്റ് ആണ് നമുക്ക് ചുറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഒരു വാൾ റൂംസ് നമുക്ക് ഇൻബിൽഡായിട്ടൂടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. എല്ലാ റൂംസും നമുക്ക് ബാത്ത് അറ്റാച്ച് ആണ്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണിയുടെ പാത്ത് വേ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു നീളം ബാക്കിയാണ് നമുക്ക് ബാൽക്കണി ഇവിടെ വന്നേക്കുന്നത്. എൽ ഷേപ്പ് മോഡലിലെ ഒരു ബാൽക്കണിയും കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ഒരു ബാൽക്കണിയുടെ ഹാൻഡിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റീലിലാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ളത്. കാണുന്നത് പോലെ തന്നെ സ്പോട്ട് ലൈറ്റ് നമുക്ക് ഫോൾ സീലിംഗിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സർക്കുലർ വിൻഡോ പോലത്തെ ഒരു മോഡലും കാര്യങ്ങളും ആ ഭാഗത്തുനിന്ന് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം 320 സെൻറ്റിൽ 1200 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മനോഹരമായ ആർക്കിടെക്ചർ ഡിസൈൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ കണ്ടത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ചുറ്റളവിലും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രം മാറി വരുന്ന ഈ ഒരു മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് ഡബിൾ സ്റ്റോർഡ് ബിൽഡിംഗ് ആണ്, 2 നില വീടാണ്. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഡബിൾ സ്റ്റോർഡ് ബിൽഡിങ്ങിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് ചോദിക്കുന്നത് വെറും 49 ലക്ഷമാണ്, 49 lakhs ആണ്. നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ ഒരു മനോഹരമായ വീട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹോം ലോൺ ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.